ഈ പടക്കം സൂപ്പർ. പക്ഷെ 3 മിനിറ്റ് 60-ന്റെയും 30-ന്റെയും കാണാതെയായി. പോലീസിന് കേസ് കൊടുത്തിട്ടുണ്ട്. എവിടെയെങ്കിലും ഞാൻ വിട്ടുപൊട്ടുകയാണെങ്കിൽ അത് ഞങ്ങളുടെ ആയിരിക്കും. അതുകൊണ്ട് ഈ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യണം. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ളവർ നാളെ കാണാം. ബൈ ബൈ. ഗഡിയോളെ എല്ലാവർക്കും നല്ല നമസ്കാരം കേട്ടോ. അതായത് വിയ്യൂര് പള്ളി പെരുന്നാൾ, വിയ്യൂര് പള്ളി പെരുന്നാൾക്ക് നമ്മൾ കുറെ ആളുകൾ വന്നിട്ടുണ്ട്, നമ്മുടെ ബന്ധുക്കളൊക്കെ വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. ഇതേപ്പോ ചേട്ടൻ ജോബി, ജോയി, ഷാജേട്ടൻ, വിയ്യൂര് പള്ളി സണ്ണി, വിച്ചേട്ടൻ, ഇത് സണ്ണിയുടെ മോൻട്ടാ. ഓക്കെ, അപ്പോ ഞങ്ങൾ പെരുന്നാളിന്റെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇനി പള്ളിക്ക് പോകാൻ പോകും അല്ലേ? എല്ലാവരും പള്ളി പോലെ. അതെ, അപ്പൊ ഒന്നും നോക്കണ്ട, വിയ്യൂര് പള്ളി പെരുന്നാള് പിടക്കിനെ. ആ എനർജി ഒട്ടും കുറവില്ലാതെ നേരെ പിടിച്ചുവിട്ട പള്ളിയിലേക്ക്. പള്ളിയിൽ ചെന്ന് നോക്കുമ്പോഴേ അടിപൊളിയായിട്ട് ദീപാലങ്കൃതമായി നിൽക്കുന്ന ഈ ഒരു പള്ളിയാണ് കാണാൻ സാധിച്ചത്. നല്ല രസമുണ്ടായിരുന്നു, ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും. ചെറിയ പള്ളിയാണ് എങ്കിലും അതിൻ്റേതായ രീതിയിൽ അവർ നല്ല രീതിയിൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആസ്വദിച്ചു. അതിനുശേഷം പിന്നെ പ്രദക്ഷിണം, അത്യാവശ്യം ആളുകളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഈ കൊല്ലത്തെ പ്രദക്ഷിണത്തിന്. ഭക്തിസാന്ദ്രമായ ഒരു പ്രദക്ഷിണം തന്നെയായിരുന്നു. ബാൻഡ് സെറ്റും അതുപോലെ മുത്തുകൊടകളും എല്ലാവിധ കാര്യങ്ങളുടെയും അകമ്പടിയോടുകൂടെ തന്നെയായിരുന്നു പ്രദക്ഷിണം. വളരെ ഭക്തിസാന്ദ്രമായ ആ പ്രദക്ഷിണം പള്ളിയിലേക്ക് എത്തിച്ചേരുന്നതിനോടനുബന്ധിച്ച് തന്നെ പിന്നെ എന്താ പറയുക, വർണ്ണമഴ, വെടിക്കെട്ടിൻ്റെ പേരാണ് വർണ്ണമഴ. പക്ഷേ വളരെ കുറച്ചൊക്കെയാണ് ഉള്ളൂ, എങ്കിലും ഉള്ളത് നല്ല ഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. പൊതുവകണ്ട പ്രദക്ഷിണം വന്നു ചേർന്നു. അതിനുശേഷം പള്ളിയിലെ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾക്കൊക്കെ ഒരു ഭാവവ്യത്യാസം വന്നു. അതും കണ്ട് ഒരു ഐസൊക്കെ തിന്നിട്ട് നേരെ വെടിക്കെട്ടിന് തീ കൊടുത്തു കൂട്ടാ. ഒരു രക്ഷയില്ല. വെടിക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര വെടിക്കെട്ട്. കുറച്ചുള്ളൂ, ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുള്ളൂ. ആ ഉള്ളത് ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ട് തന്നെയായിരുന്നു.
ചടക്കപ്പടക്കോ എന്നുള്ള കണ്ടീഷനിൽ നല്ല അടിപൊളി വെടിക്കെട്ടായിരുന്നു. ആ വെടിക്കെട്ട് നിങ്ങൾ കണ്ടോക്ക് കണ്ട, ഞാൻ കെട്ടി പറഞ്ഞു പോണായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നെഞ്ഞത്ത് ചെന്നിട്ട് റെക്കോർഡ് ചെയ്യാൻ പോയതാ. ഉണ്ടാണ്ട് പിന്നിലേക്ക് നിന്നിട്ട് എടുത്താൽ മതിയായിരുന്നു. അവിടെ എന്നാലും തൊട്ടടുത്ത് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെന്നൊന്നും എടുത്താണ്. എന്നാലും കുഴപ്പമില്ല, വെടിക്കെട്ടൊക്കെ അടിപൊളിയായിട്ട് റെക്കോർഡ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. വളരെ ഷോർട്ടാണ് എങ്കിലും നല്ല രസമായിട്ട് വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം വെടിക്കെട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ പിറ്റത്തെ ദിവസം ഗാനമേള ഉണ്ടായിരുന്നു. അതായത് കൊച്ചിൻ കലാഭവൻ ടീം ഒരുക്കുന്ന ഗംഭീരമായൊരു ഗാനമേള, നല്ല അടിപൊളിയൊരു ഗാനമേള തന്നെയായിരുന്നു കൊച്ചിൻ കലാഭവൻ നമുക്ക് വേണ്ടി, വിയൂർ നിവാസികൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. അതും ആസ്വദിച്ചു. ഇനിയിപ്പോൾ എന്താ, ഈ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അടുത്ത കൊല്ലത്തെ പെരുന്നാൾ അല്ലെങ്കിൽ പൂരം ഇതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇതൊക്കെ തന്നെയാണ് ഈ പ്രവാസികളുടെ ആനന്ദം. അവർ വരുമ്പോൾ അനുഭവിക്കുന്ന ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത പെരുന്നാൾക്ക് കാണാം അല്ലേ? അപ്പോൾ ഒന്നും നോക്കണ്ട, പിടയ്ക്കാണ്ട്.